Astro Guru, where the wisdom of the cosmos lights your path. നമുക്ക് ശനിയെ പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞിരുന്നു 1-8 ശനി എത്താൻ നല്ല പൊസിഷൻ അല്ല, അതുപോലെ 4-12 ഒരു മിക്സ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇവിടെ ശനിയെ പോസിറ്റീവ് ആക്കാൻ കറുത്ത തോടുള്ള ഉഴുന്ന് ദരിദ്രർക്ക് ദാനം ചെയ്യുന്നത് അനുകൂലമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരാധനാലയങ്ങളിൽ കറുത്ത ഉഴുന്ന് തോടുള്ള ഉഴുന്ന് ദാനം ചെയ്യുക. അമ്പലത്തിലാകാം, പള്ളിയിലാകാം, പ്രശ്നമില്ല. അതുപോലെ പേരാലിന് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള നല്ലൊരു കർമ്മമാണ്. അതുപോലെ ശിവലിംഗത്തിന് പാലർപ്പിക്കുന്നത് അല്ലെങ്കിൽ വെള്ളമൊഴിക്കുന്നത്, അതുപോലെ ശിവലിംഗത്തിന്റെ ധാര ചെയ്യുക എന്ന് പറഞ്ഞാൽ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മം. പാവങ്ങൾക്ക് കച്ചോരി എന്ന് പറയാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ഫുഡുണ്ട്, കച്ചോരി. അതൊക്കെയാന്ന് പറഞ്ഞാൽ ഈ ഒരു ശനിയുടെ റേഡിയേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങള് കച്ചോരിയൊക്കെ പ്രത്യേകിച്ച് തൂപ്പുകാര് അല്ലെങ്കിൽ ലേബർ ക്ലാസ്സിലുള്ളവര്, അന്ധര്, മുടന്തര്, അങ്ങനെയൊക്കെ ഉള്ള റേഡിയേഷൻ ഉള്ള ആൾക്കാർക്ക് ദാനമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാവുന്നതാണ് ശനിയെ പോസിറ്റീവ് ആക്കുക. അതുപോലെ ബഫലോ ഒക്കെ ഈ ശനിയുടെ ഒരു റേഡിയേഷൻ ആണ്. അതുകൊണ്ട് ബഫലോക്ക്, പോത്തിനൊക്കെ പുല്ല് കൊടുക്കുന്നത് നല്ലൊരു കർമ്മമാണ് ശനിയെ പോസിറ്റീവ് ആക്കാൻ. കാക്കയ്ക്ക് തീറ്റ കൊടുക്കുന്നത് വളരെ, പട്ടിക്ക് പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഡോഗ്, തെരുവ് നായി ഇത് കൊടുക്കുന്നത് വളരെ അനുകൂലമാണ് ശനിയെ പോസിറ്റീവ് ആക്കാൻ. അതേസമയത്ത് നിങ്ങൾക്ക് ഇപ്പം കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് കുറെ കൂടെ നല്ലതാണ്. ശനിയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാറുള്ള ഒരു കർമ്മമാണ്. കറുത്ത പട്ടിക്ക് ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ കറുത്ത പട്ടിയെ വളർത്തുകയോ ചെയ്യുക എന്നുള്ള കേതുവിനെയും ശനിയും കൂടെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശനിയുടെ ബീജമന്ത്രം ജപിക്കാം. ഈ പറഞ്ഞ ബെഗേഴ്സിന്, അന്ധര, മുടന്തര, ലേബർ ക്ലാസ്സിലുള്ള ഒരു തൂപ്പുകാർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഫുഡ് ദാനം ചെയ്യുന്നത് ശനിയെ പോസിറ്റീവ് ആക്കാൻ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ലേബർ ക്ലാസ്സിലുള്ള അന്ധര, മുടന്തര, തൂപ്പുകാര്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പിഷാടകർക്കൊക്കെ ഉള്ളവർക്ക് കമ്പിളി ദാനം ചെയ്യുന്നത് ഒരേ സമയത്ത് ശനിയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാൻ ഉള്ള ഒരു കർമ്മമാണ്. അതുപോലെ പറവകൾക്ക് തീറ്റ കൊടുക്കാം. പിന്നെ മലദൈവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശനിയുടെ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ആണ്. അതുപോലെ ഭൈരവന്റെ പൂജ ചെയ്യുന്ന, ഭൈരവ മന്ത്രം ജപിക്കുന്നത്, അതുപോലെ ശിവലിംഗത്തില് ഈ പറയുന്ന തോടുള്ള ഉഴുന്ന് ഇടുന്നത്, അതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. ഇനിയും ഇതിന്റെ ബാക്കി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഒരുപാട് രീതി പല പ്രശ്നങ്ങൾ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ് ശനിയെ പോസിറ്റീവ് ആക്കാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ലഗ്നത്തിലെ ശനി വന്ന് നിൽക്കുക, അപ്പൊ പല കാര്യങ്ങളും ഡിലേ ആവുക. 7ാം ഭാവത്തിലൊക്കെ ശനി നിൽക്കുന്ന മായൊരു ഡിലേ ആവുക. അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഈ ശനിയെ പറ്റി പറയാനാണ്. അതുകൂടാതെ ചില ഗ്രഹങ്ങള്, ഒന്ന് സൂര്യന്, 8 ശനി, അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് അതുമല്ലെന്നൂരി ചില ആൾക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ശനിയുടെ കൂടെ ശനിയുടെ ശത്രുക്കളായിട്ടുള്ള ചില ഗ്രഹങ്ങൾ, കേതു, രാഹു, അല്ലെന്നൂരി പറഞ്ഞ ചൊവ്വായ, അങ്ങനെയൊക്കെയുള്ള പല ഗ്രഹങ്ങൾ കയറി നിൽക്കുക, അല്ലെ സൂര്യന്, ചന്ദ്രന്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചിലപ്പോൾ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരിക. മൾട്ടിപ്പിൾ ജോബ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് നമ്മൾ ചെയ്തു ഒരു 3 വർഷം ആകുമ്പോഴത്തേന് ഈ ജോബ് വിട്ടിട്ട് അടുത്ത ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ വരുമ്പോഴെന്നാണ് നമുക്ക് പല രീതിയിലുള്ള ഫെയിലിയേഴ്സ് അവിടെ. കാരണം ഒരു ബിസിനസ് ആണെങ്കിലും ഒന്ന് പച്ച പിടിപ്പിച്ച് കൊണ്ടുവരണമെന്ന് നമ്മളൊരു 3 ഇയേഴ്സ് എടുക്കുമ്പോൾ ആ ബിസിനസ് വിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ. അപ്പൊ ഒരു സെറ്റ് ആകാനുള്ള പ്രശ്നങ്ങളെ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്, ലാൽക്കിതാബിലുള്ള ഒരു കർമ്മമാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഗുണങ്ങൾ വരും. അപ്പൊ ഇതിനകത്ത് ഒരു 3 കർമ്മമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു തെളിഞ്ഞ ആകാശമുള്ള ഒരു ദിവസം നോക്കുക. പ്രത്യേകിച്ച് ഒരു ശനിയാഴ്ച ദിവസമായിരിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ വേണ്ടുന്ന സാധന സാമഗ്രികളൊക്കെ ആദ്യമേ നമ്മൾ സംഘടിപ്പിച്ച് വെച്ചേക്കണം. അപ്പൊ ഇതിനകത്ത് സംഘടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കറുത്ത ഊടക്കുഴല്. കറുത്ത ഊടക്കുഴലും ശർക്കരയും, ദേശി ശർക്കരയും പിന്നെ ഒരു വെള്ള ടേപ്പ്, ഇത്രയാണ് നമുക്ക് കാര്യങ്ങൾ വേണ്ടുന്നത്. ഇത് വെച്ചിട്ടാണ് ഒരു കർമ്മം. അപ്പൊ അത് നമ്മൾ നേരത്തെ എവിടുന്നേലും കറുത്ത ഊടക്കുഴൽ അല്ലെങ്കിൽ സാധാരണ ഒരു ഊടക്കുഴൽ വാങ്ങിച്ചിട്ട് നമ്മൾ ചില പെയിന്റ് അടിച്ച്, കറുത്ത പെയിന്റ് അടിച്ചിട്ട് വെക്കുക. അപ്പം അതിനൊക്കെ വലിയ പൈസ അല്ല, ചെറിയ പൈസ കൊടുത്ത് എല്ലാം കൂടെ 10-100 രൂപയുടെ കാര്യമേ ഉള്ളൂ ഇത്രയും ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഒരു ചെറിയ കുടമുണ്ട്, ചെറിയ മൺകുടമുണ്ട്, അവിടെയൊക്കെ നമ്മൾ മാർക്കറ്റിൽ കിട്ടും. ആ മൺകുടം വാങ്ങിക്കുക ഒരെണ്ണം, ചെറിയ മൺകുടം മതി, 50 ഗ്രാമൊക്കെ കൊള്ളുന്ന മൺകുടം കിട്ടും. അതിനകത്ത് തേന്, അപ്പൊ അതിനകത്ത് കൊള്ളാനുള്ള തേൻ വാങ്ങിക്കുക. അപ്പൊ ഈ ഒരു 2 ഇതും ഇങ്ങനെ വെച്ചേക്കുക. അപ്പൊ ഇതാണ് ഒരു കർമ്മം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നേരത്തെ സംഘടിപ്പിച്ച് വെച്ചേക്കുക. എന്നിട്ട് തെളിഞ്ഞ ആകാശമുള്ള ഒരു ദിവസം, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസമായിരിക്കണം, ആകാശമൊക്കെ തെളിഞ്ഞിരിക്കുന്ന സമയമായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്തെ ഈ ഒരു
കർമ്മം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ആ ഒരു ദിവസം വരുമ്പോൾ ഈ ഓടക്കുഴലിനകത്ത് നമ്മൾ ഈ വാങ്ങിച്ചു വെച്ചേക്കുന്ന ശർക്കര നിറയ്ക്കുക. എന്നിട്ട് ഈ വെള്ള ടേപ്പ് കൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ഹോളുകൾ ഇങ്ങനെ ചുറ്റി അടയ്ക്കുക, എൻഡും അടയ്ക്കുക. ഇത്രയും ചെയ്തിട്ട് ഇത് ഒരു റിമോട്ട് ആയിട്ടുള്ള ഏരിയ, അതായത് മനുഷ്യര് സാധാരണ കടന്നു ചെല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടല്ല അവിടെ ഉപേക്ഷിക്കുക. അവിടെ വെച്ചിട്ട് ഇനി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആയിട്ടുള്ള എന്നിട്ട് തിരിഞ്ഞു നോക്കല്ല. പിന്നെ നമ്മുടെ കൊണ്ടുപോയ കാര്യങ്ങളൊന്നും തിരിച്ചു കൊണ്ടുപോകില്ല. അവിടെ എന്തെങ്കിലും പേപ്പറോ സഞ്ചിയോ അല്ല നമ്മളിപ്പോ ഒന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാതെ ഇരിക്കുക. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതെ ഇനി പോരുക. അതാണ് ഒരു കർമ്മം. ഇതേമാതിരി തന്നെ ഈ കുടത്തിനകത്താണെങ്കിൽ നമ്മൾ തേൻ നിറയ്ക്കാം. ഈ തേൻ നിറച്ചിട്ട് ഈ തേനിനകത്ത് നല്ല എന്തെങ്കിലും ഒരു ഇതേമാതിരിയുള്ള ടേപ്പോ വെള്ള ടേപ്പോ പോലെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ട് മൂടി ഇതാക്കി ക്ലിയർ ആക്കി വെച്ചിട്ട് സൈഡൊക്കെ അടച്ചിതാക്കിയിട്ട് ഇതും ഇതേമാതിരി ഒരു റിമോട്ട് ഏരിയയില് കൊണ്ട് ഒന്നില് അവിടെ ഒരു ചെറിയൊരു കമ്പോ എന്തെങ്കിലും കൊണ്ടുപോകുന്നത് നല്ലതാണ്. അപ്പൊ അവിടെ വേണമെന്നൊരു മണ്ണിനകത്ത് ഇത് കുഴിച്ചിടാം. അപ്പൊ അതൊരു കർമ്മമാണ്. അപ്പൊ ഇതും ശനിയെ പോസിറ്റീവ് ആക്കാനുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് കൂടാതെ അടുത്ത ഒരു കർമ്മം പറയുന്നുണ്ട്. അടുത്ത ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ലാൽക്കിതാവിനകത്തൊക്കെ ഒരു വലിയൊരു കർമ്മമാണ്. കാരണം ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയെന്നാണ് പറയുന്നത്. ചില ആൾക്കാർ വേണമെന്നൊരു വർഷത്തില് ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ശനിയിലായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ 1-8 അങ്ങനെയൊക്കെ ശനി സൂര്യൻ നിൽക്കുന്നത് അല്ലെന്നൊരു ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ അടുപ്പിച്ച് ഒന്നിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗ്രഹങ്ങൾ ശനിയുടെ കൂടെ നിൽക്കുക, നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങൾ അങ്ങനെ വരുമ്പോഴും ശനി നെഗറ്റീവ് ആവും. അപ്പൊ പല രീതിയിലുള്ള തൊഴിൽ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ശനിയൊക്കെ ദശ മാറുന്ന സമയത്ത് ആൾക്കാരെ വലിച്ച് താഴെ ഇടേണ്ട. അത് ഏത് വലിയ പൊസിഷനാണെന്ന് വരില്ല, ഇരിക്കുന്ന ആൾക്കാരെ വലിച്ച് താഴെ ഇട്ട് കളയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ശനിയെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിനകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് 10 അന്തരെ ഒരു ലൈനിൽ ഇരുത്തിയിട്ട് ഇവിടെ നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പൊ ഈ 10 അന്തർക്ക് എവിടെ പോകുന്ന ചോദിച്ചാൽ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള പണ്ടത്തെമാരിയല്ല ഇവരെ ഈ അന്തേവാസികളല്ല ഇങ്ങനെ അന്തരുടെ സ്കൂളല്ല മുടന്തര അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമുക്കിവിടെ 10 അന്തരാണ് വേണ്ടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിച്ചെടുത്ത് നേരത്തെ എല്ലാം കാര്യങ്ങൾ സെറ്റാക്കാം. എന്നിട്ട് നമ്മൾ സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്, അത് നോൺ വെജ് പാടില്ല, വെജിറ്റേറിയൻ ഫുഡ് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പൊ അവർക്ക് താലിമാരിയുള്ള ഈ മീൽസ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളത് വേണമെങ്കിൽ നമ്മൾ എവിടുന്നേലും അറേഞ്ച് ചെയ്താലും അത് പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു ഫുഡ് നമ്മള് അവർക്ക് കൊടുക്കുക. 10 പേരെ ഒരു ലൈനിൽ ഇരുത്തിയിട്ട് കൊടുക്കുക. അപ്പൊ അത് ഇന്ന ദിവസം വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പം ഒന്ന് ചെയ്യേണ്ടത് നമ്മളിവിടെ നമ്മുടെ കൈകൊണ്ട് വേണം ഒരു ഫുഡ് ഉണ്ടാക്കാൻ. അത് ഒരു ഫുഡ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഡൗട്ടായി, എനിക്കറിയത്തില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ നമുക്കൊരു സിമ്പിളായിട്ടല്ല വൈഫിനോടായാലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. അപ്പൊ നമ്മളൊരു തന്നെ ഒന്ന് ഇച്ചിരി റവ വാങ്ങിച്ചിട്ട് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതിൽ ഒരു മധുരപലഹാരമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇച്ചിരി അതിന്റെ ആയിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ ഇട്ടിട്ട് അല്ലെ ലഡുവോ സിമ്പിളായിട്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു മധുരമുള്ള ഒരു ഫുഡ് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ഒരു ഫുഡുകൾ നമ്മൾ കൈവച്ചേക്കുക. അപ്പൊ ഈ 10 പേരെ നമ്മൾ വേണം 10 പേർക്ക് 10 അന്തർക്ക് ആഹാരം വിളമ്പി കൊടുക്കാൻ ഒറ്റ ഒരു ലൈൻ ഇരുത്തിട്ട്. എന്നിട്ട് ഈ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫുഡുണ്ട് അതും നമ്മൾ വിളമ്പി കൊടുക്കുക. ഈ 10 പേർക്കും വിളമ്പി കൊടുക്കുക. അവര് ഒരൊറ്റ ലൈൻ ഇരുത്തിട്ട് ഫുഡ് കൊടുത്തിട്ട് കൂട്ടത്തിൽ നമ്മളും ആ ഒരു 11-ാമനായിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ശനിയുടെ ആയിട്ടുള്ള ദോഷങ്ങൾ മാറിപ്പോകുമെന്നുള്ളതാണ് ലാൽ കിതാബിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു വെച്ചിട്ട് കാര്യങ്ങൾ നിൽക്കുന്നത് നോക്കുക. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യുക. അതുപോലെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ, പ്രത്യേകിച്ച് പ്രെഡിക്റ്റീവ് അസ്ട്രോളജി, മെഡിക്കൽ അസ്ട്രോളജി, ലാൽ കിതാബ്, പഞ്ചപക്ഷി ശാസ്ത്രം, ബൃഹനാടി, നക്ഷത്രനാടി, KP അസ്ട്രോളജി, മൊബൈൽ ന്യൂമറോളജി, പിന്നെ നെയിം അലൈൻമെന്റ്, ബ്രാൻഡ് അലൈൻമെന്റ്, നിങ്ങൾക്ക് ആരെങ്കിലും നെയിം അലൈൻ ചെയ്യാനുണ്ട്, ബ്രാൻഡ് അലൈൻ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ വളരെ ആവശ്യമാണ് നല്ല രീതിയിലുള്ള നല്ല ഹെഡിങ്, നല്ല പ്രൊഫഷണൽ കീവേഡ്സുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടോ എന്ന രീതിയിൽ നമുക്ക് അത് കോണ്ടാക്ട് ചെയ്യാവുന്ന. നിങ്ങൾക്ക് ലോഗോ ഡിസൈൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല മിസ്റ്റിക്കൽ ട്രയാങ്കിൾ, ചന്ദ്രകലാനാടി, അഡ്വാൻസ് ആണ്. ചന്ദ്രകലാനാടി എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് പ്രഡിക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്ട് ഉണ്ട്. അല്ലെ പാമിസ്ട്രി, ടാരോ, റേക്കി ഹീലിംഗ്, റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് എന്തെങ്കിലും പഠിക്കാൻ എടുക്കാനുള്ള ആൾക്കാരുണ്ടെന്ന് ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒന്നും മനസ്സിലാക്കുക, ഈ ഒരു സബ്ജക്റ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2026 എന്ന് പറഞ്ഞ ഈ ഒരു ഇയറിൽ ഇപ്പൊ നമുക്ക് $19 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഇത്. അപ്പൊ ഇത് ഇപ്പൊ ഈ 2030 ആകുമ്പോഴത്തേന് $30 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ടൊക്കെ വളരുക. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ വേണമെന്ന് ഒരു 75,000 to 1 lakh rupees ഉണ്ടാക്കാൻ ഓൺലൈനിലൊക്കെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും
ഓൺലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാരെ അവർക്കാണെന്ന രീതിയിൽ അസ്ട്രോളജിസ്റ്റിന്റെ ഷോർട്ടേജ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ ഇന്നത്തെ സമയത്ത് ഏകദേശം 1 ലക്ഷത്തോളം അസ്ട്രോളജിസ്റ്റിന്റെ ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെളിയിൽ പല ആൾക്കാർക്കും അറിയത്തില്ല. ഇപ്പൊ പോലും പല ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന അസ്ട്രോളജേഴ്സിന് കാര്യങ്ങൾ പറയാൻ അറിഞ്ഞുകൂടാ. ഇവർ കേരളത്തിൽ തന്നെ ഞാൻ പറയാനും 5% ആൾക്കാർക്കേ ഉള്ളൂ കാര്യങ്ങൾ അറിയുന്നത്. ബാക്കി 95% അസ്ട്രോളജി എന്ന് പറഞ്ഞ ആൾക്കാരെ മനുഷ്യനെ കളിപ്പിച്ച് പൂജ വഴിപാട് എന്നും പറഞ്ഞിട്ട് പല രീതിയിലുള്ള കളിപ്പിക്കുന്നതായിട്ടുള്ള രീതിയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കർമ്മങ്ങള് അത് ചെയ്യാം ഇത് ചെയ്യാം പൂജ എന്നും പറഞ്ഞ് നിങ്ങൾ പൈസ കൊണ്ട് കൊടുക്കല്. ഒരു കാരണവശാലും നിങ്ങളൊരു കൺസൾട്ടേഷൻ ഫീസ് മാത്രം കൊടുക്കുക. വേറെ ഒരു പൂജയ്ക്ക് വഴിപാടൊന്നും ഒന്നും പൈസ കൊടുക്കില്ല. നിങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പൂജ വഴിപാടോ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ദാനധർമ്മമാണ്. പ്രത്യേകിച്ച് മുസ്ലിംസ് ഒക്കെ സക്കാത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊരു കിട്ടുന്നതിന്റെ ഒരു പെർസെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു റീപേ ഫോർ ദ സൊസൈറ്റി. നമ്മളും ഈ ഒരു സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയാണ്. അറിഞ്ഞോ അറിയാതെ നമ്മളെ ഇവിടെ വരെ എത്താൻ വേണ്ടി ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ എല്ലാവരും മറക്കാതിരിക്കുക. ചെറിയ ദാനാർഭങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് അന്തര മുടന്തര തൂപ്പുകാര് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ദാനം ചെയ്യുന്നത് ശനിയെ പോസിറ്റീവ് ആക്കാനും പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ കുറയ്ക്കാനും എടുക്കാനൊക്കെ ഒരു സഹായിക്കുന്നതാണ്. അപ്പൊ ഇതുമാതിരി നിങ്ങൾക്ക് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇന്ന് പണ്ടത്തെ മാതിരി വാസ്തുവിനൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളിവിടെ കേരളത്തിലൊക്കെ 8 ഡയറക്ഷൻ വെച്ചിട്ടുള്ള വാസ്തുവാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല 16 മുതൽ എബോ ഉള്ള ഡയറക്ഷനാണ്. 16 ഡയറക്ഷനുള്ള വാസ്തുവിൽ മിനിമം ചെയ്തിരിക്കണം. കാരണം 16 ഡയറക്ഷനകത്തല്ല അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മുടെ ബർത്തിയാട്ട് പോലെ ഇതിനകത്ത് 360 ഡിഗ്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇതുമായിട്ട് നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റ് ത്രൂ പോകാതെ തന്നെ നമുക്കപ്പോൾ വാസ്തുവൊക്കെ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അപ്പം നിങ്ങൾ അതുപോലെ പുതിയ വീടൊക്കെ വെക്കുവാണ് കമ്പൽസറി ആണ് ഈ വാസ്തുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. കാരണം നമ്മളൊരു 3 കോടി 5 കോടി അല്ലെങ്കിൽ 2 കോടി 1 കോടി ഒക്കെ നോക്കിയിട്ട് വീട് വെക്കും. വീട് വെച്ചിട്ട് ഒടുവിലാണ് പറയുന്നത് വാസ്തു ശരിയല്ല. പല അതുപോലെ ഡ്രോയിങ് വരയ്ക്കുന്നവർ പല കോൺട്രാക്ടർമാർക്ക് പറയും എനിക്ക് വാസ്തു അറിയാം, ഞങ്ങളുടെ കയ്യിൽ വാസ്തു അറിയാവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയത്തില്ല. ആകെ കന്നിമൂല നോക്കും, അവിടെ ടോയ്ലറ്റ് വെക്കലെന്ന് പറഞ്ഞ് കഴിഞ്ഞു. അപ്പം ഇപ്പം തന്നെ നമ്മൾ ഒരു വീട് വെക്കുമ്പം പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലൊക്കെ ഒരു കിണർ പോലും കുഴിച്ചു കഴിഞ്ഞാൽ പണിയാണ്. ആ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാലെന്നുള്ളത് 100% പണി ഇടയ്ക്ക് നിന്ന് പോകും. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സബ്ജക്ട് വളരെ സെൻസിറ്റീവാണ്. നമ്മൾ ചെയ്യുന്ന അസ്ട്രോവാസ്തുവാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വരില്ല നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട വാട്സപ്പിൽ. അതുപോലെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെന്നിട്ട് ലൈക്ക് ചെയ്യുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ആ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിനൊരു ഗ്രോത്ത് ആണ്. അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്യുന്നത് നമുക്കൊരു എൻകറേജ്മെന്റ് ആയിരിക്കും.